ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം ജോസ്മി ആട്ടോ. അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഹോളിൻ്റെ അടുത്ത പാർട്ടുമായിട്ടാണ്. അടുത്ത 2 സ്റ്റോറുകളെയാണ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. അവരുടെ നല്ലതും നെഗറ്റീവും പോസിറ്റീവും ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ മുമ്പിൽ ഞാൻ കാണിച്ചു തരുന്നുണ്ട്. അപ്പം ഇൻസ്റ്റയിൽ നിന്ന് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ധൈര്യപൂർവ്വം വിശ്വാസത്തോടെയോ അല്ലെങ്കിൽ ഇവരെ ചൂസ് ചെയ്യണോ വേണ്ടയോ തീരുമാനിക്കാൻ പറ്റും നമ്മുടെ ഈ ഒരു ഹോൾ വീഡിയോയിലൂടെ കേട്ടോ. വളരെ ജെനുവിൻ ആയിട്ടുള്ള റിവ്യൂസ് മാത്രമേ ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയാറുള്ളൂ. ഓക്കെ, അപ്പം നമുക്ക് വേഗം തന്നെ വീഡിയോ പോകുക. നിങ്ങൾ ആരെങ്കിലും നമ്മുടെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോസ് കാണാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റോറിന്റെ പേര് എന്ന് വെച്ച് കഴിഞ്ഞാൽ അനൈന ബൊട്ടീക്ക് എന്നുള്ളതാണ്. അനൈനയാണോ അനീനയാണോ എന്നുള്ളൊരു സംശയമുണ്ട്. സ്റ്റോറിന്റെ പേര് ഞാനിവിടെ കൊടുക്കാം. അപ്പോൾ വളരെ ഒരു റാൻഡം സെർച്ചിങ്ങിലൂടെ എൻ്റെ മുമ്പിലോട്ട് അബദ്ധവശാൽ വന്ന് ചാടിയവരാണ് ഇവർ കേട്ടോ. ഓണത്തിൻ്റെ അച്ചയർ ഞാൻ സെർച്ച് ചെയ്യുന്ന സമയത്താണ് ഇവരെൻ്റെ മുമ്പിലോട്ട് വരുന്നത്. ഇവരുടെ അടുത്ത് ഞാൻ ആദ്യമായിട്ട് വാങ്ങുന്ന ഒരു ഓണം ഡ്രസ്സാണ് കേട്ടോ. അപ്പം അതിനെപ്പറ്റി ഞാൻ പറയാം. അപ്പം ഈ ഇട്ടിരിക്കുന്നതാണ് ഞാൻ അവരുടെ അടുത്ത് വാങ്ങിയിട്ടുള്ള ഒരു ഡ്രസ്സ് എന്ന് പറയുന്നത്. ഈ ഒരു ടോപ്പ് തന്നെയാണ് കേട്ടോ. ഇതൊരു ബിലോ 1000 ആണ് റേറ്റ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ആദ്യമായിട്ട് അറിയുന്നത് കൊണ്ടും പിന്നെ ഇവരുടെ കസ്റ്റമർ സപ്പോർട്ട് വളരെ നല്ലതായിരുന്നു. ഇവരോട് ഞാൻ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ഇവർ നമ്മുടെ റിക്വയർമെൻറ്റ് അനുസരിച്ച് ലെങ്ത്ത് അവർ അഡ്ജസ്റ്റ് ചെയ്ത് തരാമെന്ന് പറയുന്നു. നമ്മുടെ സൈസ് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ അതനുസരിച്ച് തന്നെ അവർ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് തരാമെന്ന് പറയുന്നു. ഈ സെയിം റേറ്റിന് അതാണ് ഇവർ പറഞ്ഞുകൊണ്ടിരുന്നത്. പിന്നെ കളർ സെലക്ഷനൊക്കെ അവർ പറയുന്നത് മാത്രമേ ഉള്ളൂ. പക്ഷെ ബാക്കി കാര്യങ്ങളൊക്കെ നമ്മുടെ റിക്വയർമെൻറ്റ് അനുസരിച്ച് അവർ ചെയ്തു തരാമെന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് കുറച്ചും കൂടി ജെന്യൂൻ ആയിട്ട് തോന്നിയതുകൊണ്ടാണ് ഇവരെ ചൂസ് ചെയ്തത്. അപ്പോൾ കസ്റ്റമർ സപ്പോർട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. വളരെ നല്ല കസ്റ്റമർ സപ്പോർട്ടും ആയിരുന്നു. അപ്പോൾ അവരുടെ നിന്ന് വാങ്ങിയിട്ടുള്ള സംഭവം ഇതാണ്. നമ്മുടെ ഈ ഒരു ഹക്കോബേൻ്റെ കൂട്ട് നിങ്ങൾക്ക് ഈ ഒരു സംഭവമില്ലേ, ഹക്കോബ എന്നാണ് ഇതിനെന്താ പറയുന്നത് എനിക്കറിയത്തില്ല. ഇങ്ങനെ ഒരു മെറ്റീരിയലാണുള്ളത്. കയ്യിൽ സ്ലീവ് വിത്തൗട്ട് ലൈനിങ് ആണ്, ബോഡി ലൈനിങ് ഉള്ളതാണ്, വിത്ത് ലൈനിങ് ആണ്. ഇവിടെ ലൈനിങ് ഇല്ല. ഈ ഒരു ഡിസൈനാണ്, ഇങ്ങനെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളതാണ്. വളരെ നല്ലൊരു സംഭവമാണ്. പിന്നെ ലൈനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഡീസൻ്റ് ആയിട്ടുള്ള നല്ല ഹൈ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള മെറ്റീരിയലാണ്. ഒരു കോട്ടൺ മെറ്റീരിയലാണ്. നല്ല വെറുതെ നമ്മളെ പറ്റിക്കാൻ വേണ്ടിയിട്ടുള്ള മെറ്റീരിയലൊന്നും അല്ല. നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള മെറ്റീരിയലാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. വ്യൂ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അതായത് ഇതിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു ഓപ്പൺ ആണ്. ഇത്രയും വരെ ഒരു ഓപ്പൺ ഉണ്ട്. ഇവിടെ വരത്തേക്ക് ഇങ്ങനെ കുറച്ച് ഒരു ബീഡ്സ് പോലെ ഇങ്ങനെ ഒരു സംഭവം കൊടുത്തിട്ടുണ്ട്. ബാക്കി ലെങ്ത് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞായിരുന്നു എനിക്കൊരു 47 ആ ഒരു ലെങ്ത് എനിക്ക് ആവശ്യമുള്ളൂ എന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ അവരതനുസരിച്ച് എനിക്ക് ചെയ്തു തന്നതാണ്. ബാക്കിൽ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിപ്പ് വെച്ചിട്ടുണ്ട്. ഫുൾ ഈ ഒരു ഡിസൈൻ തന്നെയാണ് വരുന്നത്. അതുകൊണ്ട് നല്ല നീറ്റ് ആയിട്ടുള്ള സ്റ്റിച്ചിങ് ആണ്. സ്റ്റിച്ചിങ്ങിനൊന്നും യാതൊരു പ്രശ്നവുമില്ല. വളരെ ഡീസൻ്റ് ആയിട്ടാണ് നമ്മൾ കസ്റ്റമേഴ്സിനോട് ഡീൽ ചെയ്യുന്നതും. നല്ല നമുക്ക് ധൈര്യമായിട്ട് ഇവരെ ചൂസ് ചെയ്യുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഇവരുടെ അടുത്ത് ഞാൻ വാങ്ങിയെന്ന് പറഞ്ഞാൽ എൻ്റെ കയ്യിൽ ഇപ്പോൾ അതില്ല, കാണിക്കാനായിട്ടില്ല. അപ്പോൾ ഞാൻ നിങ്ങൾ പറഞ്ഞല്ലോ ഓണത്തിൻ്റെ സമയത്താണ് ഞാൻ ഇവരെ ചൂസ് ചെയ്ത് എൻ്റെ മുമ്പിലോട്ട് ഇവർ വരുന്നത് എന്നുള്ളത്. അപ്പോൾ ആ ഓണം സമയത്ത് വാങ്ങിയ ഒരു പിക്ചർ ഞാൻ കാണിക്കാം. ഇതാണ് ഞാൻ ഇവരുടെ നിന്ന് വാങ്ങിയത്. അപ്പോൾ വാങ്ങിക്കഴിഞ്ഞപ്പം ആ ഒരു ഫോട്ടോയിൽ കണ്ട പോലെ തന്നെ അതേ സാധനമാണ്. അപ്പോൾ ഇതിനകത്ത് ഫ്രണ്ടിൽ കുറച്ച് അധികമായിട്ട് ഓപ്പൺ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞായിരുന്നു എനിക്ക് അത്രയും ഓപ്പൺ എനിക്ക് വേണ്ട, കുറച്ച് ഓപ്പൺ ക്ലോസ് ചെയ്തോളം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് ക്ലോസ് ചെയ്തു. അതുപോലെ തന്നെ അത് ബോട്ടവും ടോപ്പും സെറ്റായിട്ടാണ്. അപ്പോൾ അതിൻ്റെ ബോട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തൈ ഫാറ്റുള്ള കൂട്ടത്തിലാണ്, സൈസുള്ള കൂട്ടത്തിലാണ്. അപ്പോൾ അതനുസരിച്ച് ഒന്ന് ലൂസാക്കണേന്ന് പറഞ്ഞപ്പം അവരത് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. കാരണം അല്ലാത്ത സ്റ്റോറിൽ നിന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സൈസ് ഉണ്ടാവും. അത് തൈ സൈസ് ഉള്ളവർക്കും സ്ലിം ആയിട്ടുള്ളവർക്കും ഒക്കെ ഒരുപോലെ ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ ഇതങ്ങനെയല്ല, നമ്മുടെ സൈസിനനുസരിച്ച് റിക്വയർമെൻറ്റ് അനുസരിച്ചാണ് അവരെനിക്ക് ചെയ്ത് തന്നത്. അവരാ മെൻഷൻ ചെയ്തിരിക്കുന്ന സെയിം പ്രൈസും ആയിട്ടുള്ളൂ. അപ്പോൾ ആ ഓണം അച്ചേർന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ക നല്ല വൃത്തിയുള്ള നല്ലതായിരുന്നു. പക്ഷേ ഈ 2 ടോപ്പിനും എനിക്കൊരു പ്രശ്നം പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ സൈസ് നല്ല ടൈറ്റായിരുന്നു. അപ്പോൾ എന്തോ ഭാഗ്യത്തിന് ഇതിന് ലൂസാക്കാൻ കുറച്ച് ഉണ്ടായിരുന്നത് കൊണ്ടാണ് എനിക്കിത് കറക്റ്റ് ആയത്. അല്ലെങ്കിൽ ഞാനിത് റിട്ടേൺ കൊടുക്കേണ്ട വന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അവർക്ക് റിട്ടേൺ ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം ഞാൻ ചെക്ക് ചെയ്തിട്ടില്ല. പക്ഷേ നമുക്ക് പിന്നെ ഉപയോഗിക്കാൻ മേലാത്ത അവസരമായി പോയിട്ടുണ്ടാകുമായിരുന്നു. പക്ഷേ ഇതെനിക്ക് ലൂസാക്കാൻ സ്ഥലം ഉണ്ടായിരുന്നത് കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു കേട്ടോ. അപ്പം ഈ അനൈന എന്നായിരിക്കാം, അല്ലെങ്കിൽ അനീന എന്നാണത്തില്ല, അനൈന ആയിരിക്കാം. അപ്പോൾ അവരുടെയുള്ള ഈ അനീന എന്ന് പറയുന്ന ബൊട്ടീക്ക് നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഞാൻ അവരുടെ അടുത്ത് വാങ്ങിയിട്ട് എല്ലാം കൊണ്ടും ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. അതുകൊണ്ടാണ് നിങ്ങളുടെ മുമ്പിലോട്ട് ഞാനിത് ഹൈലി റെക്കമെൻഡ് ചെയ്ത്. കണ്ടില്ല, നല്ല ഭംഗിയില്ല, നല്ല വൃത്തിയുള്ള സ്റ്റിച്ചിങ് ആണ്. നമുക്ക് ധൈര്യത്തോടെ നമുക്ക് അവരെ ചൂസ് ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് അടുത്ത സ്റ്റോർ പരിചയപ്പെടാം.
ഇതാണ് ഞാൻ വാങ്ങിയ അടുത്ത സ്റ്റോറിൽ നിന്നുള്ള കളക്ഷൻ കേട്ടോ. ഇത് ഞാൻ വാങ്ങിയത് എവറിത്തിങ് അണ്ടർ 1K എന്ന് പറഞ്ഞിട്ടുള്ള ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്നാണ്. അപ്പം ഈ ഒരു പേര് കേൾക്കുമ്പോൾ നിങ്ങൾ പലരും എന്നെ കറക്റ്റായിട്ട് ഫോളോ ചെയ്തവർക്ക് ഒരു ചിന്തയിൽ വരാം, ഈ ഒരു പേജിനെ പറ്റി എനിക്ക് ഇതിന് ഒരു പ്രശ്നം ഉണ്ടായിരുന്നല്ലോ, ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നല്ലോ എന്നുള്ളത് നേരാണ്. കാരണം ഇവരുടെ അടുത്ത് ഞാൻ ഓണത്തിൻ്റെ സമയത്ത് ഞാൻ ഇവരുടെ അടുത്ത് ഒരു അറ്റയർ ഞാൻ ഓർഡർ ചെയ്തിട്ട് ഞാൻ പറഞ്ഞ സമയത്തിൽ ഇവരെനിക്കത് എത്തിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്നിട്ട് ഞാൻ ഇവരെ കണ്ടിന്യൂസ് ആയിട്ട് കോൺടാക്ട് ചെയ്തു. പക്ഷേ അവരുടെ ഭാഗത്ത് റെസ്പോൺസും കാര്യങ്ങളും ഒന്നും തന്നെ വന്നില്ല. ഏകദേശം 2 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ ഇവരെ പറ്റിയിട്ട് റിവ്യൂ ഞാൻ ചെയ്തു. അതായത് ഇവർ ഫേക്ക് ആണോ എന്നൊക്കെയുള്ള പറഞ്ഞോട് ഞാൻ റിവ്യൂ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ ഇറങ്ങിയതിന് ശേഷം ഇവരെന്നെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അവരെന്നെ കോൺടാക്ട് ചെയ്തപ്പോൾ അവർ പറഞ്ഞ് എനിക്ക് ഇൻസ്റ്റയിൽ അവർക്ക് എന്നെ ആക്സസ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, എൻ്റെ മെസ്സേജ് നമുക്ക് വരുന്നുണ്ടായിരുന്നില്ല. അപ്പം എന്താണ് ഇടയിൽ സംഭവിച്ചതെന്നുള്ളത് അവർക്കും മനസ്സിലാവുന്നില്ല, എനിക്ക് മനസ്സിലാവുന്നില്ല. പക്ഷെ എന്തായാലും അവരെന്നോട് എന്ത് സംഭവിച്ചു എന്നുള്ളത് ക്ലിയർ ആയിട്ട് എന്നെ ബോധ്യപ്പെടുത്തിയതിനാൽ ഞാൻ ആ ഒരു വീഡിയോ ഡിലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അവരവരുടെ തെറ്റ് അവരവരുടെ ഭാഗത്തുണ്ടായ മിസ്റ്റേക്ക് അവർ നമ്മളോട് വന്ന് ക്ലിയർ ആയിട്ട് പറയുമ്പോൾ പിന്നെ നമ്മളത് വെച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ അവരോട് പറഞ്ഞു ആ ഡ്രസ്സിന് പകരമായിട്ടുള്ള ഒരു ഡ്രസ്സ് എനിക്ക് അവർ അയച്ച് തന്നേക്കാം, അല്ലെങ്കിൽ കസ്റ്റമൈസ് ചെയ്തിട്ടാണെങ്കിലും തന്നേക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ കസ്റ്റമൈസ് ചെയ്ത് തന്നിട്ടുള്ള ഒരു കുർത്തി സെറ്റാണ് കേട്ടോ ഇത്. അപ്പം ഇത് പിന്നെ അങ്ങോട്ടേക്ക് എന്താ പറയുക, അവരുമായിട്ടുള്ള ഒരു സംസാരം നമ്മൾ അങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്ക് ഒന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ നല്ലൊരു എന്താ പറയുക, അവർ നല്ലൊരു കസ്റ്റമറെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്ന് എനിക്ക് മനസ്സിലായിട്ടോ. കാരണം നല്ല രീതിയിൽ തന്നെ പിന്നെ അങ്ങോട്ടേക്ക് നല്ലപോലെ അവൻ ട്രീറ്റ് ചെയ്യുന്നത്, നമ്മൾ ചോദിക്കുമ്പോഴാണെങ്കിൽ തന്നെ കറക്റ്റായിട്ട് റിപ്ലൈയും കാര്യങ്ങളും എല്ലാം തന്നെ തരുന്നുണ്ട്. ഓക്കെ, അപ്പം ഇത് വളരെ അവർ കസ്റ്റമൈസ് ചെയ്ത് തന്നാണ്. അവരുടെ പേജിൽ പോലും ഇങ്ങനത്തെ ഒരു ഡിസൈൻ ഇല്ല കേട്ടോ. നമ്മളിങ്ങനെ കുറച്ച് റെഫറൻസ് ഒക്കെ അയച്ചു കൊടുത്തിട്ട് അവർ വളരെ നീറ്റായിട്ട് അവരെനിക്കിത് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. കൈ സ്ലീവ്ലെസ് ആണ്. അപ്പം ഇതാണ് ഒരു തരം പീച്ചിഷ് കളറാണ് കേട്ടോ ഇത്. പീച്ച് എന്ന് തന്നെയാണ് പറയാം. അപ്പം ഇവിടെ ട്രാൻസ്പെറൻ്റ് ആണ്, ഇവിടെ നെക്കിൻ്റെ ഇവിടെ ട്രാൻസ്പെറൻ്റ് ആണ്, ഇവിടെ ഇങ്ങനെ ഇവിടം വരെ ബട്ടൺ കൊടുത്തിട്ടുണ്ട്. സ്ലിറ്റഡ് ആണ് സംഭവം, സ്ലിറ്റഡ് ആണ്. കൈ ഇവിടെ വരെയാണ് ഉള്ളത്. പിന്നെ ഇതിൻ്റെ ഒരു ഫുൾ വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിവിടെ ഇങ്ങനെ കയറുന്നത് കാണിച്ചു തരാം. ഫുൾ വ്യൂ നമുക്ക് പാൻറ് ബോട്ടം അടക്കമായിട്ടുള്ളത് ബോട്ടം ഇവിടെ ഫ്രണ്ടിൽ പ്ലെയിൻ ആയിട്ട് വന്ന് ബാക്കിൽ എലാസ്റ്റിക് വരുന്ന ബോട്ടം. അത് താഴോട്ട് ഡിസൈൻ വന്നിട്ടുണ്ട്, കണ്ടോ, കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. താഴെ ഡിസൈൻ വന്നിട്ടുണ്ട്. ഇവിടെ ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട്, കണ്ടോ, ഇവിടെ ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട്. വൺ സൈഡിൽ പോക്കറ്റ് ഒക്കെ വന്നിട്ട് ഇവിടെ ഒരു പോക്കറ്റും വന്നിട്ടുണ്ട്. അങ്ങനെയാണ് ഇതെല്ലാം അങ്ങനെ തന്നെയാണല്ലോ. അങ്ങനെയാണ് ഇതൊരു ഡൈ ചെയ്ത കളറാണ്. നിങ്ങൾക്കിത് കളർ ഇതിനകത്ത് മനസ്സിലാവുന്നുണ്ടോ? എനിക്കത് ഇങ്ങനെ ഒരു ഡൈ ചെയ്ത ഒരു കളറാണ്. കറക്റ്റായിട്ട് നിങ്ങൾക്ക് തിരിയുന്നുണ്ടായിരിക്കും അല്ലേ? അതിന് വെട്ടത്തിൻ്റെ പ്രശ്നത്തിൽ നിങ്ങൾക്ക് ലൈറ്റ് നന്നായിട്ട് അടിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൊണ്ട് തിരിയുന്നില്ലെന്ന് എനിക്ക് അറിയത്തില്ല. ഒരു ഡൈ ചെയ്ത കളറാണ് ഇത് വന്നിരിക്കുന്നത്. ഡീസൻറ്റ് വർക്ക് എന്ന് പറഞ്ഞാൽ എനിക്ക് അവരെക്കുറിച്ചുള്ള എൻ്റെ പരാതികളും വിഷമങ്ങളും എല്ലാം എനിക്ക് ഈ ഒരു പ്രൊഡക്റ്റ് എൻ്റെ കൈ കിട്ടിയപ്പോഴത്തേക്കും പോയി എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ധൈര്യമായിട്ട് എന്തായാലും അവരുടെ വീട്ടിൽ നമുക്ക് പർച്ചേസ് ചെയ്യാം. നിങ്ങൾക്ക് ഞാനായാലും റെക്കമെൻഡ് ചെയ്യുന്നു. കാരണം എൻ്റെ കയ്യിൽ കിട്ടിയ ഒരു സാധനം പക്കയാണ്. കൈയൊക്കെ കണ്ടില്ല, ഈ ഒരു സംഭവമാണ് നമ്മുടെ ഫുൾ ബോഡിയിൽ വന്നിട്ടുള്ളത് കേട്ടോ. ഈ ഒരു സംഭവം നല്ല അടിപൊളി മെറ്റീരിയലാണ്, അടിപൊളി സംഭവമാണ്. പുറത്ത് അവിടെ ലൈറ്റ് അടിക്കുന്നതാണ് ഈ പ്രശ്നം. കറക്റ്റ് തിരിയുന്നില്ല എന്ന് തോന്നൂല്ലേ? അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് തിരിയുന്നുണ്ടല്ലോ. ഇതാണ് ഇതിൻ്റെ ഒരു കറക്റ്റ് കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അടിപൊളി സാധനം പറഞ്ഞാൽ അടിപൊളി സാധനം. ആക്ച്വലി ഇതിൻ്റെ റേറ്റ് എത്രയായി, അവർക്ക് ഇതിന് എത്ര എക്സ്പെൻസ് ആയി എന്നുള്ളത് എനിക്ക് അറിയത്തില്ല. കാരണം നമ്മുടെ ആ ഒരു പ്രൊഡക്റ്റിന് പകരമായിട്ട് അവർ തന്നാണ്. മേ ബി കൂടുതലായോ ഒന്നും അറിയത്തില്ല. അവരുടെ പേയ്മെൻറ്റിനെ കുറിച്ച് എന്നോട് സംസാരിച്ചിട്ടുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തായാലും സംഭവം വളരെ നീറ്റായിട്ട് എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എൻ്റെ എല്ലാ പ്രശ്നങ്ങളും പരാതികളും തീർന്നു. നിങ്ങളുടെ മുമ്പിലോട്ട് ഞാൻ ധൈര്യമായിട്ട് ഞാൻ ഇവരെ ഇനി റെക്കമെൻഡ് ചെയ്യുകയാണ്. കാരണം അതൊരു മിസ്റ്റേക്ക് നമുക്ക് ആർക്കും പറ്റാം. അപ്പോൾ അവരുടെ മിസ്റ്റേക്ക് അവരെന്നെ വിളിച്ച് ക്ലിയർ ചെയ്തത് കൊണ്ട് എനിക്കും കാര്യങ്ങൾ മനസ്സിലായി, അവർക്കും കാര്യങ്ങൾ മനസ്സിലായി. എനിക്ക് വേറെ പ്രോഡക്റ്റ് കിട്ടുകയും ചെയ്തു. അപ്പോൾ അവിടെ പ്രശ്നങ്ങളോട് പരിഹരിച്ചല്ലോ. അപ്പോൾ ഇനി നിങ്ങൾക്ക് ധൈര്യമായിട്ട് അവരെ കോൺടാക്ട് ചെയ്ത് പ്രോഡക്റ്റുകളൊക്കെ വാങ്ങാവുന്നതാണ്. കാരണം അത്രയും അടിപൊളിയായിട്ടാണ് സ്റ്റിച്ചിങ്. ലൈനിങ് ഒക്കെ പറഞ്ഞാൽ അടിപൊളി ലൈനിങ് ആണുള്ളത്. സ്റ്റിച്ചിങ് വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള സ്റ്റിച്ചിങ് ആണ് അവർ ചെയ്തിരിക്കുന്നത് കേട്ടോ. വളരെ നമുക്കൊന്നും കുറ്റം പറയാനില്ല. ആ ലെവലിൽ എൻ്റെ കറക്റ്റ് സൈസിന് സംഭവം ഒരു ഓൾട്രേഷൻ എനിക്ക് വേണ്ടി വന്നില്ല. കറക്റ്റ് സൈസിന് എനിക്ക് കിട്ടുകയും ചെയ്തിട്ടുണ്ട്. അപ്പം ഇതാണ് എനിക്ക് നിങ്ങളെ പരിചയപ്പെടുത്താനുള്ള അടുത്ത പേജ്, എവരിത്തിങ് അണ്ടർ 1K. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഹോൾ വീഡിയോ ഇതോടുകൂടി അങ്ങ് അവസാനിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഇപ്പം ഞാൻ വാങ്ങിയിട്ടുള്ള സ്റ്റോറിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ വന്നൊന്ന് മെൻഷൻ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും അതൊരു എപ്പോഴും ഞാൻ പറയും പോലെ എല്ലാവർക്കും അതൊരു ഉപകാരപ്രദമാകും. കാരണം വാങ്ങണോ വേണ്ടയോ എന്നുള്ളത് എല്ലാവരുടെയും അനുഭവം അറിയുമ്പോഴാണല്ലോ നമുക്ക് വാങ്ങണോ വേണ്ടയോ എന്നുള്ളത് നമുക്ക് തീരുമാനിക്കാൻ പറ്റുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കാൻ പോവുകയാണ്. ഭയങ്കര ചൂടാണ്, ഈ വേർത്ത് നിന്നിട്ടാണ് ഞാൻ ഈ വീഡിയോ ഒക്കെ ചെയ്യുന്നത് കേട്ടോ. അപ്പം വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയൊരു അടിപൊളി വീഡിയോ ആയി വരുന്നവരെ ടാറ്റാ, ബൈ ബൈ.